കേരള PSC നടത്തുന്ന മത്സര പരീക്ഷകൾക്കായി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി വയനാട് മിനർവ PSC നടത്തുന്ന ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോയുമായി ഒരു ക്ലാസ്സുമായി വരാനുള്ള കാരണം എല്ലാവർക്കും അറിയാം. ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരുണ്ടാവും. ഇന്ന് ഡിഗ്രി പ്രിലിംസ് എക്സാമിൻ്റെ ആദ്യഘട്ടമായിരുന്നു, ഒന്നാമത്തെ ഫേസ്. അപ്പോൾ എക്സാം എഴുതിയവർ അതിൻ്റെ ഉത്തരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടാവും. ഇനി അടുത്ത ഘട്ടങ്ങളിലുള്ളവർ ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, അതിൻ്റെ സൊല്യൂഷൻസ് എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റി ടോപ്പിക്സ് എന്നുള്ള എക്സാമിൻ്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്കൊന്ന് പോകാം. 20 ചോദ്യങ്ങളാണ് നമുക്കിതിനുള്ളത്, മാത്സും മെൻ്റലബിലിറ്റിയുമായിട്ട്. ആ ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: അരുൺ A,B എന്നീ ഇനങ്ങൾ 192 രൂപയ്ക്ക് വാങ്ങി. A,B എന്നീ ഇനങ്ങൾ അരുൺ 192 രൂപയ്ക്ക് വാങ്ങി. അയാൾ A ഇനത്തെ 20% ലാഭത്തിലും B ഇനത്തെ 20% നഷ്ടത്തിലും വിറ്റു. അയാളുടെ ആകെ ലാഭം 8 രൂപയാണെങ്കിൽ A ഇനത്തിൻ്റെ വില എത്ര? കുറച്ച് വ്യത്യസ്തമായൊരു ചോദ്യമാണ്. കുറച്ചധികം സമയമെടുത്ത് ചെയ്യേണ്ടി വരുന്ന ഒരു ചോദ്യമാണ്. സാധാരണഗതിയിലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് ചോദ്യങ്ങളെക്കാൾ ഇത്തിരി സമയമെടുത്ത് ചെയ്യേണ്ടി വരുന്ന ഒരു ചോദ്യമാണ്. എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അയാൾ വാങ്ങിയിട്ടുള്ളത് 2 സാധനങ്ങളാണ്, എയും ബിയും വാങ്ങി. രണ്ടിനും കൂടി എത്ര രൂപയായി? രണ്ടിനും ചേർത്ത് എത്ര രൂപയായി? 192 രൂപയായി. 192 രൂപ. രണ്ടിനും കൂടിയാണ് 192. അപ്പോൾ തുല്യവിലയാണെന്ന് പറഞ്ഞിട്ടില്ല. തുല്യവിലയാണെങ്കിൽ ഈ ചോദ്യം ഇങ്ങനെയല്ല ചെയ്യേണ്ടി വരിക. കാരണം ഒരെണ്ണത്തിന് A% നഷ്ടവും അതേ A% ലാഭവുമാണെങ്കിൽ നമ്മൾ ചെയ്യുക A²/100% നഷ്ടമെന്നാണ്. ഒരേ തുകയുടെ 2 സാധനങ്ങൾ വിൽക്കുമ്പോൾ ഒന്നിന് A% ലാഭവും ഒന്നിന് A% നഷ്ടമാണെങ്കിൽ A²/100% എന്നുള്ള രീതിയിൽ വളരെ പെട്ടെന്ന് നമ്മൾ ചെയ്യും. ഇവിടെ അങ്ങനെയല്ല. ഒരെണ്ണത്തിന് A% ലാഭമാണ്, അടുത്ത എണ്ണത്തിന് A% നഷ്ടമാണ്. പക്ഷേ നെറ്റ് പ്രോഫിറ്റാണ്. ഒരെണ്ണത്തിന് ലാഭവും നഷ്ടവും വന്നിട്ടുണ്ടെങ്കിലും അവസാനം എന്ത് കിട്ടി? 8 രൂപ ലാഭം കിട്ടി. അപ്പോൾ അറിയാം ഒന്നിന് വില കൂടുതലാണ്, ഒന്നിന് വില കുറവാണ്. ലാഭമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ലാഭം കിട്ടിയ എയ്ക്കായിരിക്കും വില കൂടുതലുള്ളത്. നോക്കാം. എയും ബിയും കൂടെ കൂട്ടിയപ്പോൾ 192 രൂപ കിട്ടി. നഷ്ടം ബിക്കാണ്, ലാഭം എയ്ക്കാണ്. അപ്പോൾ 20% എയ്ക്ക് എന്ത് കിട്ടിയത്? പ്രോഫിറ്റ് കിട്ടിയത്. ബിക്ക് 20% എന്താണ്? ലോസാണ്. അപ്പോൾ വ്യത്യാസം ലാഭമായതുകൊണ്ട് തന്നെ ഇതായിരിക്കും കൂടുതലും നമുക്കറിയാം. അതായത് എയുടെ 20% നെറ്റ് പ്രോഫിറ്റ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവും. കിട്ടിയ ലാഭത്തിൽ നിന്ന് ആ നഷ്ടം കുറച്ചാൽ കിട്ടുന്നത് 8 രൂപയാണ്. അതായത് എയുടെ 20%-ൽ നിന്ന് 20%, എയുടെ 20%-ൽ നിന്ന് ബിയുടെ 20% കുറച്ചാൽ എത്ര രൂപയാണ്? 8 രൂപയാണെന്ന്. ഇതിനെ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. രണ്ടിടത്തും /100 ഉള്ളത് കൊണ്ട് 20A - 20B/100 = 8 എന്ന് എടുക്കാം. ഈ 100 അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ 20A - 20B = 800 800 എന്ന് കിട്ടും. 20Aയിൽ നിന്ന് 20B കുറച്ചാൽ 800. അപ്പോൾ ഇവിടെ നമുക്ക് സൊല്യൂഷൻ വേണമെങ്കിൽ രണ്ടും എയുടെ ടേമിൽ കിട്ടുകയാണെങ്കിൽ എയുടെ വില വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ബിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? A + B = 192 ആണെങ്കിൽ B = 192/A 192/A എന്നെടുക്കാം. അപ്പോൾ ഇവിടെ ബിക്ക് പകരം 192/A നമുക്ക് കൊടുക്കാം. 20A - 20 × ബിക്ക് പകരം എന്താ? 192 - A = എത്രയാ? 800. ഇത് സോൾവ് ചെയ്യുന്നു. 20A - 20 × 192 192 × 2 384 എന്ന് കിട്ടും. 20 ആയതുകൊണ്ട് 0 കൊടുക്കാം. -20 × A 20A = 800. അകത്തേക്ക് ഗുണിച്ചെഴുതുന്നു. 20A - 3840 -*20A = 800. അപ്പോൾ ഇവിടെ 3840 അപ്പുറത്ത് ചെല്ലുമ്പോൾ എന്തായി? പ്ലസ് ആയി. 20A + 20A = 40A = 800. മൈനസ് അപ്പുറത്ത് ചെന്നപ്പോൾ പ്ലസ് ആയി. 3840. 40A = 800 3840 കൂട്ടിയാൽ 4640. 40A = 4640 എന്ന് കിട്ടും. അപ്പോൾ A = 4640/40. അപ്പോൾ 0 വെട്ടാം. 40 വെട്ടിക്കളയല്ലേ. 0 വെട്ടാം. 4 ഒരു തവണ, 6 ഒരു തവണ. 4 ൽ 6 പോയാൽ ബാക്കിയുള്ളത് 2. 24 4 6 തവണ. അപ്പോൾ എയുടെ വില നമുക്ക് കിട്ടി എത്ര രൂപ? 116 രൂപ. നമ്മുടെ ഓപ്ഷനിലേക്ക് ഒന്ന് പോയി നോക്കാം. നമ്മുടെ ഓപ്ഷൻ എയിൽ തന്നെ കിടപ്പുണ്ടേത് 116 രൂപ. എയുടേത് കണ്ടുപിടിക്കേണ്ടത് കൊണ്ടാണ് ബിക്ക് പകരം നമുക്ക് ആ വില കൊടുത്ത് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ തിരിച്ച് ബി ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എയ്ക്ക് പകരം ബിയുടെ ടൈമിലുള്ള വില കൊടുത്താലും മതിയാകും. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് 192 നിന്ന് 116 കുറച്ചാൽ നമ്മുടെ ഉത്തരം കിട്ടും. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 5% വാർഷിക പലിശ നിരക്കിൽ 3 വർഷത്തെ നിക്ഷേപത്തിന് ശേഷം ഒരു നിശ്ചിത തുകയുടെ സംയുക്ത പലിശ ആ തുകയുടെ സാധാരണ പലിശയേക്കാൾ 61 രൂപ കൂടുതലാണ് എങ്കിൽ തുക എത്ര?
വാരി വലിച്ച് എഴുതിയേക്കുന്നത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. സംഭവം നിസ്സാരമാണ്. ഇത്രയേ ഉള്ളൂ. 3 വർഷത്തേക്ക് ഒരു തുക നിക്ഷേപിച്ചു. അതിന് കിട്ടിയ കൂട്ടുപലിശ 5% നിരക്കിൽ കിട്ടിയ കൂട്ടുപലിശ സാധാരണ പലിശയേക്കാൾ 61 രൂപ കൂടുതലാണ്. അതായത് സാധാരണ പലിശയേക്കാൾ എത്ര രൂപ കൂടുതലാണ്? 61 രൂപ. സാധാരണ പലിശയും കൂട്ടുപലിശ നമ്മൾ വ്യത്യാസം തന്നു. 3 വർഷത്തേക്ക് പലിശ നിരക്കും തന്നു. എന്ത് കണ്ടുപിടിക്കണം? തുക കണ്ടുപിടിക്കണം. ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാറുണ്ട്. ഇക്വേഷൻ ഇല്ലാതെ സിമ്പിൾ മെത്തേഡിൽ നമുക്ക് ഒന്ന് ചെയ്യാം. നോക്കാം. വർഷം 3 ആണെന്ന് തന്നിട്ടുണ്ട്. പലിശ നിരക്ക് 5% ആണെന്ന് തന്നിട്ടുണ്ട്. സാധാരണ പലിശയേക്കാൾ കൂടുതൽ കിട്ടിയത് 61 രൂപയാണെന്ന് തന്നിട്ടുണ്ട്. നോക്കാം. 3 വർഷമാണെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നത് 1331 എന്നുള്ളത് ഉപയോഗിച്ചിട്ടാണ്. 1331 അല്ലേ? 121 1331 14641 11ൻ്റെ പവേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യൽ? കൂട്ടുപലിശ ചെയ്യൽ. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഇവിടെയും ചെയ്യാം. 1331. നമുക്ക് മുതലും പലിശ നിരക്കും തന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഇവിടെ എഴുതാം മുതലാണ്. മുതലിൻ്റെ പലിശ ഇവിടെ എഴുതും, ആ പലിശയുടെ പലിശ ഇവിടെ എഴുതും, ഇതിൻ്റെ പലിശ ഇവിടെ എഴുതും. അങ്ങനെയാണ് നമ്മൾ ചെയ്തു പോകൽ. ഇവിടെ ഇപ്പോൾ മുതൽ തന്നിട്ടില്ല, മുതലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ശതമാനത്തിൽ എഴുതുക. മുതൽ എപ്പോഴും എത്ര ശതമാനമാണ്? 100%. മുതലിൻ്റെ പലിശയാണ് 5% ഇവിടെ വരും. 100ൻ്റെ 5%, 100 × 5/100 എത്രയെന്ന് തന്നെ കിട്ടും? 5 എന്ന് കിട്ടും. അവിടെ അടുത്ത് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ 5% അഥവാ 5 × 5/100, 5 × 5 25/100 എത്രയെന്ന് കിട്ടും? 0.25. 100ൻ്റെ 5% 5ആണ്, 5ൻ്റെ 5% 0.25 ഇനി 0.25ൻ്റെ 5% 0.25 × 5/100 25 125 ആണെന്ന് നമുക്കറിയാം. ഇവിടെ 2 സ്ഥാനമുണ്ട്, താഴെ 2 പൂജ്യങ്ങളുണ്ട്. ഇപ്പോൾ മൊത്തം 4 സ്ഥാനം വരണം. ഒരു സ്ഥാനവും കൂടെ മാറ്റി കുത്തിട്ട് 0 കൊടുത്തിട്ട് അപ്പോൾ 0.0125. അപ്പോൾ 100ൻ്റെ മുതലിൻ്റെ 5%, 100ൻ്റെ 5% 5ആണ്, 5ൻ്റെ 5% 0.25 ആണ്, 0.25ന് 5% 0.125 ആണ്. ഇനി നമ്മൾ ചെയ്യുന്ന പണി എന്താണ്? മുകളിൽ നിന്നുള്ളത് താഴേക്ക് ഗുണിച്ചെഴുതലാണ്. 1 × 100 100, 3 × 5 15, 3 × 0.25 0.75, 1 × 0.0125 0.0125. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുക, ചോദിച്ചിട്ടുള്ളത് ടോട്ടൽ എമൗണ്ട് ആണെങ്കിൽ എല്ലാം കൂടെ കൂട്ടും. ചോദിക്കുന്നത് പലിശ ആണെങ്കിൽ രണ്ടാമത്തെ തൊട്ട് കൂട്ടും. സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസമാണെങ്കിൽ മൂന്നാമത്തെ തൊട്ട് എടുക്കും. എങ്ങനെയാണ്? അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താ? സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ എന്തെടുക്കുന്നു? ഇവിടെ മുതലുള്ള സാധനങ്ങൾ എടുക്കുന്നു. അപ്പോൾ 0.75ഉം 0.0125 കൂടെ കൂട്ടിയാൽ 0.7625 എന്ന് കിട്ടും. സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം എത്ര ശതമാനമാണ്? 0.7625%. അത് എത്ര രൂപയാണെന്ന് തന്നിട്ടുണ്ട്? 61 രൂപയാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 0.7625% 61 രൂപയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട മുതൽ എത്ര ശതമാനമാണ്? 100%. അത് എത്രയാണെന്നുള്ളത് അറിയാൻ എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എഴുതുന്നു 61/0.7625 × 100. മുകളിൽ ആകെ ഒരു 61 ഉണ്ട്, താഴെ ഒരു 4 ദശാംശ സ്ഥാനമുള്ള സംഖ്യയുണ്ട്. ഇതൊന്നും കണ്ടു പേടിക്കരുത്, വളരെ എളുപ്പമാണ്. നോക്കുക, നമുക്ക് ഈ ദശാംശ സ്ഥാനം താഴെ 4 ദശാംശ സ്ഥാനമുണ്ട്. അതിനെ അങ്ങ് ആദ്യം മാറ്റാം. ദശാംശ സ്ഥാനം മാറ്റാൻ വേണ്ടി എവിടെയാണോ ദശാംശ സ്ഥാനം ഉള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അത്രയും 0 കൊടുത്താൽ മതി. ഇവിടെ താഴെ 4 ദശാംശ സ്ഥാനം ഉള്ളതുകൊണ്ട് നമുക്ക് എത്ര 0 കൊടുക്കണം? 4 0 കൊടുക്കണം. എവിടെ കൊടുക്കണ്ടേ? മുകളിലാണ് അല്ലേ? അപ്പോൾ ഈ 4 0 എന്ന് പറയുമ്പോൾ 10,000 വരും അല്ലേ? അപ്പോൾ ഒറ്റയടിക്ക് 10,000 എഴുതണ്ട. അപ്പോൾ അത് 100 10 ആ രീതിയിൽ എഴുതാണ് എപ്പോഴും സൗകര്യം. അതുകൊണ്ട് ഞാനിങ്ങനെ എഴുതുക 61/7625. ഓൾറെഡി അവിടെ ഒരു 100 ഉണ്ട്. ഇൻറ്റു 10,000ന് പകരം ഞാനത് എന്താക്കി എഴുതുന്നു? 2 100 എഴുതുന്നു. വെട്ടാൻ സൗകര്യം എപ്പോഴും അതാണ്. അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ എഴുതാൻ പറഞ്ഞത്, സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് പറക്കി എല്ലാ 0 കൂടി ഇട്ട് കൊടുത്താൽ ഇതിനെ മൊത്തത്തിൽ വെട്ടിയെടുത്ത് വരുന്ന ഒരു ചടങ്ങാണ്. അതുകൊണ്ട് എപ്പോഴും എന്താക്കി തന്നെ ഇട്ടേക്കാം, സ്പ്ലിറ്റ് ആക്കി തന്നെ ഇട്ടേക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നുകിൽ 5 കൊണ്ട് വെട്ടാം, അല്ലെങ്കിൽ 25 കൊണ്ട് വെട്ടാം. സൗകര്യം 25 കൊണ്ട് വെട്ടലാണ്. പക്ഷേ നമുക്ക് ഹരിക്കുന്നവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിൽ 5 കൊണ്ട് വെട്ടിക്കോ. ഇപ്പോൾ ഞാൻ 5 കൊണ്ട് വെട്ടാം. 7ന് 5 കൊണ്ട് വെട്ടിയാൽ 7ൽ 5 ഒരു തവണയാണ്. 7ന് 5 പോയാൽ ബാക്കി 2 ആണ്. 26ൽ 5 തവണയാണ്. 5 5 25, ബാക്കി 1 ഉണ്ട്. 12ൽ 5 2 തവണയാണ്, ബാക്കി 2 ഉണ്ട്. 25ൽ 5 തവണയാണ്. 1525. ഇവിടെ ഉള്ളൊരു 100 നമ്മൾ വെട്ടിയിട്ട് 5 കൊണ്ട് വെട്ടിയാൽ എത്ര കിട്ടും? 20 കിട്ടും. ഇനി 1525നെ എത്ര കൊണ്ട് വെട്ടാം? 5 കൊണ്ട് വെട്ടാം. 15ൽ 5 3 തവണയാണ്. അടുത്തത് ചിലപ്പോൾ ചാടിക്കയറി 25ന് 5 കൊണ്ട് വെട്ടണമെന്ന് തോന്നും. പക്ഷേ ഓരോ സ്റ്റെപ്പിൽ നമുക്ക് ഓരോ സംഖ്യ വിധേ പറ്റൂ. അപ്പോൾ ഇവിടെ 15ൽ 5 3 തവണയാണ്. അടുത്ത 25 2ൽ 5 ഒരു തവണ പോലും ഇല്ലാത്തതുകൊണ്ട് എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. എന്നിട്ട് ഇനി അത് 25 ആക്കാം. 25ൽ 5 എത്ര തവണയാണ്? 5 തവണയാണ്. അപ്പം 305 കിട്ടി. അടുത്തത് അപ്പോൾ ഇതിന് വെട്ടിയില്ല. ഇതിന് 5 കൊണ്ട് വെട്ടുമ്പോൾ എത്ര കിട്ടി? 4 കിട്ടി. വീണ്ടും 305ന് നമുക്ക് എന്തുകൊണ്ട് വെട്ടാം? 5 കൊണ്ട് വെട്ടാം. 30ൽ 5 എത്ര തവണയാണ്? 6 തവണയാണ്. 5ൽ 5 എത്ര തവണയാണ്? 1 തവണയാണ്.
ഇവിടെ ഒരു 100 വെട്ടി, 100 എത്ര തവണയാണ്? 20 തവണയാണ്. നമുക്കിപ്പോൾ ഇവിടെ മുകളിൽ 61 ഉണ്ട്, താഴെ 61 ഉണ്ട്, അത് വെട്ടിക്കളഞ്ഞു. ഇനി 20 ഉണ്ട്, 4 ഉണ്ട്, 100 ഉണ്ട്. 2, 4, 8 ആണ്. എത്ര 0? 3 0. പറക്കിയിട്ട് കൊടുത്താൽ നമ്മുടെ ഉത്തരം എത്രയെന്ന് കിട്ടും? 8000 രൂപ എന്ന് കിട്ടും. ഇക്വേഷനിലോട്ടൊന്നും പോകണ്ട, സിമ്പിൾ മെത്തേഡിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇക്വേഷൻ ബൈ ഹാർട്ട് ആക്കാൻ ഒന്നും നിൽക്കണ്ട. 1 to 1, 1 3 3 1 മെത്തേഡ് ഇട്ട് വെച്ച് തന്നെ നമുക്ക് ഈ സാധനവും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്കിതിൻ്റെ ഓപ്ഷൻ നോക്കാം. അതിൻ്റെ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ സിയിൽ കിടപ്പുണ്ട്. എത്ര രൂപ? 8000 രൂപ. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, 8000. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2 സംഖ്യകളുടെ ശരാശരി AB ആണ്. അതിലൊരു സംഖ്യ A ആണെങ്കിൽ മറ്റൊന്ന് ഏത് എന്നാണ്. 2 സംഖ്യകളുടെ ശരാശരി AB ആണ്. അതിലൊരു സംഖ്യ A ആണെങ്കിൽ മറ്റേത് ഏത് എന്നാണ് ചോദ്യം. നമുക്ക് ശരാശരി അറിയാം, എണ്ണവും അറിയാം, ഒരു സംഖ്യ അറിയാം. നോക്കാമേ. ശരാശരി എത്രയാണ്? AB ആണ്. എണ്ണം എത്രയാണ്? 2 ആണ്. പിന്നെ എന്തറിയാം? ഒരു സംഖ്യ A ആണ്. എങ്കിൽ മറ്റേ സംഖ്യ ഏത് എന്നാണ്. നമുക്ക് എണ്ണവും ശരാശരി അറിയാമെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം? തുക കണ്ടുപിടിക്കാം. തുക എന്ന് പറഞ്ഞാൽ ശരാശരി ഇൻറ്റു എണ്ണമാണ്. ശരാശരി ഇൻറ്റു എണ്ണം. ശരാശരി AB ആണ്, എണ്ണം 2 ആണ്. അപ്പോൾ തുക എന്താണ്? 2AB. തുക എന്ന് പറഞ്ഞാൽ 2 സംഖ്യയും കൂടെ കൂട്ടുന്ന ആകെ 2 എണ്ണം അല്ലേ ഉള്ളൂ. 2 എണ്ണം കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 2AB കിട്ടും. അതിൽ നിന്ന് ഒരു സംഖ്യ കുറച്ചാൽ മറ്റേ സംഖ്യ കിട്ടൂലേ? 2AB ആണ് തുക. ഒരു സംഖ്യ A ആണെങ്കിൽ ആ സംഖ്യ കുറച്ചാൽ നമ്മുടെ ഉത്തരം 2AB മൈനസ് A എന്നാണ്. ഓപ്ഷൻ ഒന്ന് നോക്കാം. ഇവിടെ ഓപ്ഷൻ എയിൽ തന്നെ കിടപ്പുണ്ട് 2AB മൈനസ് A. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? 2AB മൈനസ് A. വളരെ എളുപ്പത്തിലുള്ള ഒരു ചോദ്യമായിരുന്നു ശരാശരിയുടേത്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്, 4ാമത്തെ ചോദ്യം. 2x = 1024 ആയാൽ എക്സിൻ്റെ വില. എക്സ്പോണൻസി എന്നുള്ള എളുപ്പമുള്ളൊരു ചോദ്യമാണ്. കാരണം ബേസ് 2 ആണ്. ബേസ് 2 ആയിട്ട് വരുന്നതിൻ്റെയൊക്കെ പവർ കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ ബേസ് 2 ആണ്. അപ്പോൾ പവർ എക്സിൻ്റെ വില എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നോക്കാം. ഇപ്പോൾ 2x = 1024. നമ്മൾ 1024 എന്ത് ചെയ്യണം? ഫാക്ടറൈസ് ചെയ്യണം. 1024 2 കൊണ്ട് ഭാഗിക്കുന്നു. 10ൽ 5 തവണ, 2ൽ 1 തവണ, 4ൽ 2 തവണ, 512. വീണ്ടും 2 കൊണ്ട് 5ൽ 2 തവണ, ബാക്കിയുള്ള 1 ഉണ്ട്. 11ൽ 2 തവണ, 5ൽ 2 തവണ, ബാക്കി 1 ഉണ്ട്. 11ൽ 5 തവണ, ബാക്കിയുള്ള 1ൽ 12ൽ 6 തവണ, 256. വീണ്ടും 2 കൊണ്ട് 2ൽ 1 തവണ, 5ൽ 2 തവണ, 16ൽ 8 തവണ, 128. വീണ്ടും 2 കൊണ്ട് 12ൽ 6 തവണ, 8ൽ 4 തവണ. വീണ്ടും 2 കൊണ്ട് 6ൽ 3 തവണ, 4ൽ 2 തവണ. വീണ്ടും 2 കൊണ്ട് 32ൽ 16. വീണ്ടും 2, 8. വീണ്ടും 2, 4. വീണ്ടും 2, 2. അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് എത്ര 2 ഉണ്ട് എന്നുള്ളത് എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അതായത് 2നെ 10 തവണ ഗുണിച്ചാൽ എന്ത് കിട്ടും? 1024. അപ്പോൾ 2x എന്താണ്? 210 ആണ്. അപ്പോൾ x എത്രയെന്ന് കിട്ടും? 10 എന്ന് കിട്ടും. അപ്പോൾ എക്സ്പോണൻസിൽ വാല്യൂ കണ്ടുപിടിക്കാനുള്ളതിൽ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ കുറച്ച് തവണ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നേ ഉള്ളൂ? ഫാക്ടറൈസ് ചെയ്യേണ്ടി വരുന്നേ ഉള്ളൂ. എളുപ്പമുള്ള ചോദ്യമാണ്. അടുത്ത ചോദ്യം ഇതാണ്, 6387 / 8516 ലഘൂകരിക്കുക. ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഇത്തിരി കഷ്ടപ്പാടാണെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ശ്രദ്ധിക്കണം, നമുക്കിവിടെ ഓപ്ഷൻസ് ഉണ്ട്. 3/7, 3/4, 7/9, 9/11. അതിൻ്റെ അർത്ഥം എന്തായിട്ട് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല? ഹരിക്കാൻ പറ്റൂല. അപ്പോൾ പിന്നെ ഏതുകൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ മുകളിലത്തെ സംഖ്യ നോക്കുക, ഒറ്റ സംഖ്യയാണ്. അപ്പോൾ 1 കൊണ്ട് ഹരിക്കാം, 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് അറിയാൻ നോക്കിയാൽ 6 3 9, 9 8 17, 17 7 24. 3ൻ്റെ ഗുണിതാണ്. അപ്പോൾ 3 കൊണ്ട് പറ്റും. ഏതുകൊണ്ട് പറ്റൂല? 4 കൊണ്ട് പറ്റൂല. ഇരട്ട സംഖ്യകൾ 1 കൊണ്ട് പറ്റൂല. നമ്മുടെ ഇവിടെ മുകളിലുള്ളത് 3 ഉണ്ട്, 7 ഉണ്ട്, 9 ഉണ്ട്. 7 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതുകൊണ്ട് ചിലപ്പോൾ എന്തുകൊണ്ടും ഹരിക്കാൻ പറ്റിയേക്കും, 9 കൊണ്ട് ഹരിക്കാൻ പറ്റിയേക്കും. നമുക്കത് നോക്കണം. ഇപ്പോൾ 27 ആണ് കൂട്ടിയപ്പോൾ കിട്ടിയത്. 27 ആയതുകൊണ്ട് ഉറപ്പായിട്ട് നമുക്ക് 24 ആണ് കിട്ടിയത്. 24 ആയതുകൊണ്ട് ഏതുകൊണ്ട് പറ്റൂല? 9 കൊണ്ട് പറ്റൂല. അപ്പോൾ 9 കൊണ്ട് പറ്റൂല. ഇനി 7 കൊണ്ട് പറ്റുമോ എന്നുള്ളത് നോക്കാം. 9 7 63 ആണ്. 8ൽ 7 ഒരു തവണ, 17ൽ 7 കൊണ്ട് ഹരിക്കാൻ പറ്റൂല. അപ്പോൾ മുകളിൽ എന്ത് വരൂല? 7 വരില്ല. അപ്പോൾ 7/9, 7/9 അല്ല, 9/11 അല്ല. ഇനി താഴെയുള്ളത് 7ഉം 4ഉം ആണ്. താഴെയുള്ളതിനെ 4 കൊണ്ട് എളുപ്പത്തിൽ നമുക്ക് ഹരിക്കാൻ പറ്റും. 16 4ൻ്റെ ഗുണിതമാണ്. 7 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. 88ൽ ഒരു തവണയാണ്, 15ൽ 2 തവണയാണ്, 11ൽ ഒരു തവണയാണ്. 16നെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റൂല. അപ്പോൾ ഏതുമല്ല, ഇതുമല്ല. ആൻസർ ഏതാ? 3/4 ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മുകളിലുള്ളത് 3ൻ്റെ ഗുണിതമാണ്, താഴെയുള്ളത് 4ൻ്റെ ഗുണിതവുമാണ്. അപ്പോൾ ആൻസർ ഉറപ്പാണ്. എന്ത്? 3/4. അല്ലാതെ ഹരിക്കാൻ നോക്കിയാൽ കോമൺ ആയിട്ട് ഒരു സാധനവും നമുക്ക് കിട്ടില്ല.
അതുകൊണ്ട് ഓപ്ഷൻ ഇന്ന് അങ്ങോട്ട് പോകുന്നതാണ് ബെറ്റർ. എളുപ്പമാണ്, ഇത്രയേ ഉള്ളൂ. നമുക്ക് ഏതുകൊണ്ട് ഹരിക്കാൻ പറ്റൂല, മുകളിൽ 7 കൊണ്ട് ഹരിക്കാൻ പറ്റൂല, ഏതുകൊണ്ട് പറ്റുന്നുണ്ട്, 3 കൊണ്ട് പറ്റുന്നുണ്ട്, 9 കൊണ്ട് ഹരിക്കാൻ പറ്റൂല. അപ്പോൾ ആദ്യമേ അതിനെ രണ്ടിനെയും മാറ്റിയാൽ പിന്നെ നോക്കിയാൽ ഇതിനെയും കൂടെ എലിമിനേറ്റ് ചെയ്താൽ നമ്മുടെ ഉത്തരം കിട്ടി. എത്രയെന്നാണ്? ഓപ്ഷൻ ബി ആണ്, 3/4. അടുത്ത ചോദ്യം, എം ഇനങ്ങളുടെ ആകെത്തുകയുടെ 20% അതിൻ്റെ ശരാശരിയാണെങ്കിൽ എമ്മിൻ്റെ മൂല്യം എന്തെന്നാണ്. എം ഇനങ്ങളുടെ ആകെ തുകയുടെ 20% അതിൻ്റെ ശരാശരിയാണ് എങ്കിൽ എമ്മിൻ്റെ വില എന്തെന്നാണ്. പ്രത്യക്ഷത്തിൽ നമുക്കൊരു ഇച്ചിരി കട്ടിയായിട്ടൊക്കെ തോന്നും. ഒന്നുമില്ല, ഈ ശതമാനമൊക്കെ വരുമ്പോൾ ചിലർക്ക് ഉണ്ടാകുന്ന ഒരു ആശങ്കയാണ്. ഒന്നുമില്ല, 20% ശരാശരിയാണ്. ശരാശരി കിട്ടുന്നത് എങ്ങനെയാണ്? തുക ബൈ എണ്ണമാണ് അല്ലേ. തുകയുടെ 20% ശരാശരി. അപ്പോൾ തുക എത്രയാ? 100%. തുക എത്രയാ? 100%. 100%ത്തിന് എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ ഏത് കിട്ടും? ശരാശരി കിട്ടും. ശരാശരി എത്രയാ? 20%. 100 20 ആവണമെങ്കിൽ എത്ര കൊണ്ടാണ് ഹരിക്കണ്ടേ? 5 കൊണ്ടല്ലേ ഹരിക്കണ്ടേ? അപ്പോൾ എമ്മിൻ്റെ വില എത്ര? 5 വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്ന സാധനം, വേറെ ഒന്നുമില്ല. തുക എത്ര ആയിരിക്കും? 100% ആയിരിക്കും. തുക എണ്ണം കൊണ്ട് ഹരിക്കുമ്പോഴാണ് എന്ത് കിട്ടുക? ശരാശരി കിട്ടുക. അപ്പോൾ ശരാശരി 20%. അപ്പോൾ 100നെ 20 കിട്ടണമെങ്കിൽ എന്തുകൊണ്ട് ഹരിക്കണം? 5 കൊണ്ട്. അഥവാ 100/20 ചെയ്താൽ നമുക്ക് കിട്ടി എത്രയെന്ന്? 5. എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ ശരാശരിയെ തുകയെ എന്തുകൊണ്ട് ഹരിച്ചാൽ മതി? ശരാശരി കൊണ്ട്. അഥവാ 100/20 ചെയ്താൽ നമുക്ക് കിട്ടി 5. എണ്ണം എത്രയാ? 5. അപ്പോൾ എമ്മിൻ്റെ വില എത്രയാ? 5. ഓപ്ഷൻ സി 5. ഓക്കെ. അടുത്ത ചോദ്യം, ചിലർക്ക് കാണുമ്പോഴേ അലർജി ഉള്ളൊരു ടോപ്പിക്കാണ് ജോമെട്രി. ഒന്നുമില്ല, 225 മീറ്റർ ക്യൂബ് വ്യാപ്തവും 25 മീറ്റർ സ്ക്വയർ. ഇവിടെ വിസ്തീർണം എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അവർ ഇംഗ്ലീഷ് ചോദ്യത്തിൽ ശ്രദ്ധിച്ചാൽ ഒരു പക്ഷേ ബേസ് ഏരിയ ആയിരിക്കും, പാദ വിസ്തീർണമായിരിക്കും. ഉപരിതല വിസ്തീർണം ഉണ്ടെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ ഉപരിതല വിസ്തീർണം തന്നെ തരും. ഇത് പാദ വിസ്തീർണ്ണമായിരിക്കും. 225 മീറ്റർ ക്യൂബ് വ്യാപ്തവും 25 മീറ്റർ സ്ക്വയർ വിസ്തീർണവുമുള്ള ഒരു ക്യൂബോയിഡിൻ്റെ ഉയരം എന്തെന്ന്. എപ്പോഴും വ്യാപ്തം എന്ന് പറയുന്നത് 3 സൈഡും കൂടെ എന്ത് ചെയ്യുന്നതായിരിക്കും? ഗുണിക്കുന്നതായിരിക്കും. 3 സൈഡും കൂടെ ഗുണിക്കുന്നത്. അല്ലെങ്കിൽ സിംപ്ലി പറഞ്ഞാൽ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് വോളിയം. ബേസ് ഏരിയ പാദ വിസ്തീർണം ഇൻറ്റു ഉയരമാണ് വോളിയം. അപ്പോൾ നമുക്ക് പാദ വിസ്തീർണവും അറിയാം, വോളിയവും അറിയാം. ഉയരം കിട്ടണമെങ്കിൽ വോളിയത്തെ 225നെ പാദ വിസ്തീർണം കൊണ്ട് 25 കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഹരിച്ചാൽ മതി. 225നെ 25 കൊണ്ട് 5 കൊണ്ട് ആദ്യം ഹരിച്ചാൽ ഇവിടെ 5 എന്ന് കിട്ടും. 22ൽ 4 5 20 ബാക്കി എത്രയുണ്ട്? 2 ഉണ്ട്. 25ൽ 5 45/5 എത്രയെന്ന് കിട്ടും? 9. ഹൈറ്റ് എത്രയാ? 9. എളുപ്പമാണ്. ഓക്കെ. വിസ്തീർണം എന്നുള്ളത് പാദ വിസ്തീർണ്ണമാണ് എന്നുള്ളത് ശ്രദ്ധിച്ചോണേ. അപ്പോൾ പാദ വിസ്തീർണം ഇൻറ്റു ഉയരമായിരിക്കും എപ്പോഴും എന്ത് വരിക? വോളിയം വരിക. കാരണം എന്താണ്? ത്രിമാന രൂപമാണ്, ഘനരൂപമാണ്. ക്യൂബോയിഡ് ആകുമ്പോൾ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ബേസ് ഏരിയ എന്താണ്? 25 ആണ്. വോളിയത്തെ ബേസ് ഏരിയ കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടി? ഹൈറ്റ് കിട്ടി. ഓക്കെ. അടുത്ത ചോദ്യം, AP-യിൽ എത്ര പദങ്ങളുണ്ട്? എളുപ്പമുള്ളൊരു ചോദ്യമാണ്. 4 തുടങ്ങി 100ൽ അവസാനിച്ച് വ്യത്യാസം നോക്കിയാൽ 4 3 7 7 3 10. സമാന്തര ശ്രേണിയാണ്. ആദ്യ സംഖ്യ 4 ആണ്, അവസാന സംഖ്യ 100 ആണ്, പൊതുവ്യത്യാസം 3 ആണ്. അപ്പോൾ AP-യിൽ സമാന്തര ശ്രേണിയിൽ എണ്ണം കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. Tn - T1 ബൈ പൊതുവ്യത്യാസം +1 ആണ്. Tn - T1 ബൈ പൊതുവ്യത്യാസം +1. ഇതിലെ Tn എത്ര? അവസാന പദം, അത് 100 ആണ്. മൈനസ് T1 ആദ്യ പദം, അത് 4 ആണ്. ബൈ പൊതുവ്യത്യാസം അത് 3 ആണ്. +1. 100 - 4 96 ബൈ 3 +1. 96നെ 3 കൊണ്ട് ഹരിച്ചാൽ 32 എന്ന് കിട്ടും. +1. നമ്മുടെ ഉത്തരം എത്രയാ? 33. ഓപ്ഷൻ സി ആൻസർ 33. ആൻസർ എത്ര കിട്ടി? 33. അതും എളുപ്പമുള്ള ചോദ്യമാണ്. അടുത്ത ചോദ്യം, 3 സംഖ്യകൾ തമ്മിലുള്ള അനുപാതം 2:3:4 ആണ്. അവയുടെ ആകെ തുക 27 ആണെങ്കിൽ 3 സംഖ്യകളുടെയും ഗുണനഫലം കാണുക. അനുപാതവും തുകയും തന്നിട്ടുള്ളതുകൊണ്ട് സംഖ്യ കണ്ടുപിടിച്ച് ഗുണിക്കാൻ വലിയ പാടൊന്നുമില്ല. അങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ വേറെ ഉടായ്പ വഴികളൊന്നും നോക്കണ്ട. വഴികളുണ്ട്, നോക്കണ്ട. എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? 2:3:4. അപ്പോൾ സംഖ്യകൾ ഏതെന്ന് കിട്ടും? 27. 27നെ ഏതുകൊണ്ട് ഭാഗിക്കണം? 2 3 4 കൊണ്ട് 2 3 5 4 9 കൊണ്ട് ഭാഗിച്ചാൽ നമുക്ക് 3 എന്ന് കിട്ടും. അപ്പോൾ സംഖ്യകൾ ഏതൊക്കെയാ? 2 × 3 6, 3 × 3 9, 4 × 3 12. അപ്പോൾ ഗുണനഫലം വരുമ്പോൾ 6 × 9 × 12. 6 × 9 54 × 12 540, 108, 648 എന്ന് നമ്മുടെ ഉത്തരം കിട്ടും. ഓപ്ഷൻ ഡിയിൽ കിടപ്പുണ്ട് 648. സംഖ്യകൾ കണ്ടുപിടിക്കാൻ എളുപ്പമായതുകൊണ്ട് വേറെ ഉടായ്പ വഴികളൊന്നും പഠിക്കാനൊന്നും പോകണ്ട. എളുപ്പത്തിൽ ചെയ്യാവുന്ന സാധനമേ ഉള്ളൂ. അത് നമ്മുടെ ഉത്തരം എത്രയാണ്? 648. അടുത്തത് വർക്ക് ഓൺ ടൈമാണ്. ആനന്ദ് ബോലയുടെ 3 ഇരട്ടി നല്ല ജോലിക്കാരനാണ്. അവർ ഒരുമിച്ച് ഒരു ജോലി 15 ദിവസം കൊണ്ട് തീർക്കുമെങ്കിൽ ബോല എത്ര ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കുമെന്നാണ്. ആനന്ദ് ബോലയുടെ 3 ഇരട്ടി നല്ല ജോലിക്കാരനാണെന്ന് പറഞ്ഞാൽ ബോല ചെയ്യുന്നതിൻ്റെ 3 ഇരട്ടി ജോലി ആര് ചെയ്യുമെന്നാണ്? ആനന്ദ് ചെയ്യുമെന്നാണ്. അപ്പോൾ രണ്ടുപേരും ചേർന്ന് ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കി? 15 ദിവസം കൊണ്ട് പൂർത്തിയാക്കി. എങ്കിൽ ബോല ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കുമെന്നാണ്. ബോല ഒരു ദിവസം ഒരു ജോലി ചെയ്താൽ
ആനന്ദ് എത്ര ജോലി ചെയ്യും? ആനന്ദ് 3 ജോലി അല്ലേ. ബോലെ ഒരു ദിവസം ഒരു ജോലിയെ ചെയ്യുന്നുള്ളെങ്കിൽ ആനന്ദ് 3 ജോലി. കാരണം എന്താ പറഞ്ഞത്? ബോലയുടെ 3 ഇരട്ടി നല്ല ജോലിക്കാരനാണ് ആര്? ആനന്ദ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ ഒരു ദിവസം എത്ര ജോലിയാണ് ചെയ്യുന്നത്? 4 ജോലി. ഒരു ജോലി ബോലെ ചെയ്യും, അതിൻ്റെ 3 മടങ്ങ് ജോലി ആനന്ദും ചെയ്യും. അപ്പോൾ രണ്ടുപേരൂടെ ചേർന്ന് 4 ജോലി ഒരു ദിവസം ചെയ്യും. അപ്പോൾ അങ്ങനെ രണ്ടുപേരൂടെ ചേർന്ന് ബോലയും ആനന്ദും ചേർന്ന് 15 ദിവസം കൊണ്ടാണ് ജോലി പൂർത്തിയാക്കിയത്. രണ്ടുപേരും ചേർന്ന് ഒരു ദിവസം എത്ര ജോലിയാണ്? 4 ജോലിയാണ്. അപ്പോൾ 15 ദിവസം കൊണ്ടാണെങ്കിൽ ആകെയുള്ള ജോലി എന്ന് പറയുന്നത് 15 × 4 ആകെ 60 ജോലിയാണ്. ആകെയുള്ള ജോലി എത്രയാണ്? 60 ജോലിയാണ്. ഒരു ദിവസം രണ്ടുപേരും 4 ജോലി വീതമാണ് ചെയ്യുന്നത്. 15 ദിവസം കൊണ്ടാണെങ്കിൽ 15 × 4 60 ജോലിയാണ് ആകെയുള്ളത്. നമ്മുടെ ചോദ്യം എന്താ? ബോലെ ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്ന? ബോലെ ഒരു ദിവസം എത്ര ജോലിയെ ചെയ്യൂ? ഒരു ജോലിയെ ചെയ്യൂ. അപ്പോൾ 60 ജോലി തീർക്കണമെങ്കിൽ ബോലേക്ക് എത്ര ദിവസം വേണം? 60/1 60 ദിവസവും വേണം. ഉത്തരം എത്രയാ? 60 ദിവസം. എളുപ്പമാണ്. വർക്കാൻ ടൈമിലാണെങ്കിലും എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ഈ ഒരു കോൺസെപ്റ്റ് മാത്രം എടുത്താൽ മതി. ഒരാൾ 3 ഇരട്ടി ജോലി ചെയ്യുമെന്നാണെങ്കിൽ 3 മടങ്ങ് ജോലി ചെയ്യുമെന്നാണെങ്കിൽ മറ്റേ ആൾ 1 ആവുമ്പം ഇയാൾ എത്രയായിരിക്കും? 3 ആയിരിക്കും. അന്നേരം ചോദിച്ചാൽ 2ഉം 6ഉം എടുത്തൂടെ? 2ഉം 6ഉം എടുത്താലും വെട്ടി എന്താവും? 1 3 ആവൂലേ? അപ്പോൾ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 1:3 എന്നുള്ള റേഷ്യോ ആണ്. 1ഉം 3ഉം കൂടെ ചേർത്ത് 4 ജോലി ഒരു ദിവസം ചെയ്യും. 15 ദിവസം കൊണ്ടാകുമ്പോൾ ആകെ 60 ജോലി ചെയ്യും. 60 ജോലിയാണെങ്കിൽ ഓരോ ദിവസം ഓരോ ജോലി വീതം ചെയ്യുന്ന ആൾക്ക് എത്ര ദിവസം തന്നെ വേണ്ടി വരും? 60 ദിവസം തന്നെ വേണ്ടി വരും. അടുത്ത ചോദ്യം നമ്മുടെ ഓപ്ഷൻ ഇ എവിടെ കിടപ്പുണ്ട്? ഓപ്ഷൻ ഡിയിൽ കിടപ്പുണ്ട് 60 ദിവസം. ഇനി അടുത്ത ചോദ്യം, സംഖ്യാ പരമ്പരയിലെ തെറ്റായ സംഖ്യ നമ്പർ സീരീസ് തന്നിട്ടുണ്ട്. 6, 15, 28, 6, 15, 28, 44, 66, 91. നമുക്ക് അപ്പുറത്തോട്ടൊന്ന് മാറ്റി എഴുതാം. അപ്പോൾ 6, 15, 28, 44, 66, 91. ഇതിലേതോ ഒരെണ്ണം തെറ്റാണ്. നമുക്കിതിൻ്റെ വ്യത്യാസങ്ങളൊന്ന് നോക്കാം. കാരണം ഇതെന്താ കൂടി പോണ സീരീസാണ്. മൾട്ടിപ്ലൈസ് ഒന്നും വരാനുള്ള സാധ്യതയില്ല. കാരണം 6, 2, 12, 3 കൂട്ടിയാൽ 15 ആവുമെങ്കിലും അടുത്ത 15, 2, 30 പോലും വരുന്നില്ല. അപ്പോൾ അതല്ല. അപ്പോൾ നമുക്ക് വ്യത്യാസം നോക്കാം. 6ൻ്റെ കൂടെ 9 കൂട്ടിയാൽ എത്രയായി? 15 ആയി. 6ഉം 9ഉം 15. 15ൻ്റെ കൂടെ 13 കൂട്ടിയാൽ എത്രയായി? 28 ആയി. അതായത് 9ൻ്റെ കൂടെ എത്ര കൂട്ടി? 4 കൂട്ടി. അടുത്ത 13ൻ്റെ കൂടെ 4 കൂട്ടിയാൽ എത്രയായിരിക്കും? 17 ആയിരിക്കും അല്ലേ? അപ്പോൾ 28ഉം 17ഉം വന്നാൽ എത്രയാണ് വരണ്ടേ? 45 അല്ലേ? ഇവിടെ എത്രയേ ഉള്ളൂ? 44 ഉള്ളൂ. ഇനി ഇവിടെ 45 ആയിരുന്നെങ്കിൽ 17ൻ്റെ കൂടെ 4 കൂട്ടി എത്രയാ? 21. 41, 45, 21 എത്രയാ? 66. അടുത്ത 21ൻ്റെ കൂടെ 4 കൂട്ടി എത്രയാ? 25, 66 എത്രയാ? 91. അപ്പോൾ ഇവിടെ വരേണ്ടിയിരുന്നത് 45 ആണ്. പക്ഷേ തെറ്റായിട്ട് വന്നേക്കുന്നത് 44 നമുക്ക് ഓപ്ഷൻ ഒന്ന് നോക്കാം. ഓക്കെ, ഓപ്ഷൻ സിയിൽ കിടപ്പുണ്ടാര് 44. അപ്പോൾ തെറ്റായ സംഖ്യ ഏതാണ്? 44 ഓക്കെ, അടുത്ത ചോദ്യം മെൻ്റൽ എബിലിറ്റി ചോദ്യമാണ്. ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകളിൽ നിന്ന് 2 പണിയാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇൻറ്റു, മൈനസ് എന്നീ ചിഹ്നങ്ങളും 2, 5 എന്നീ സംഖ്യകളും പരസ്പരം മാറ്റി എഴുതുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് സമവാക്യമാണ് ശരിയാവുക എന്നാണ്. 2 സമവാക്യങ്ങൾ തന്നിട്ടുണ്ട്. 10/2 ഗുണം 3 + 5 - 6 = 11 എന്നുള്ള ഒരെണ്ണവും 5 × 4 + 2 - 6 / 3 = 11 എന്നുള്ളതും. അപ്പോൾ ഇവിടെ ഇതിന് പകരം ഏതിനൊക്കെ പകരം? ഇൻറ്റുവിന് പകരം എന്ത് കൊടുക്കണം? മൈനസ് കൊടുക്കണം. മൈനസിന് പകരം എന്ത് കൊടുക്കണം? ഇൻറ്റു കൊടുക്കണം. 2 കിടക്കുന്നിടത്ത് 5 കൊടുക്കണം. 5 കിടക്കുന്നിടത്ത് 2ഉം കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഏത് സമവാക്യമാണ് ശരിയാകുന്നത് എന്നാണ് ചോദ്യം. നമുക്കതൊന്ന് മാറ്റി എഴുതാം. ഇവിടെ 10 മാറ്റേണ്ട, 5ഉം 2ഉം ഇൻറ്റുവും മൈനസും മാറ്റിയാൽ മതി. അപ്പോൾ 10 ഭാഗം 2ന് പകരം എന്ത് കൊടുക്കണം? 5 കൊടുക്കണം. ഗുണം ഇൻറ്റുവിന് പകരം എന്ത് കൊടുക്കണം? മൈനസ് കൊടുക്കണം. -3 പ്ലസ് 5ന് പകരം എന്ത് കൊടുക്കണം? 2 കൊടുക്കണം. മൈനസിന് പകരം എന്ത് കൊടുക്കണം? ഇൻറ്റു കൊടുക്കണം. 6 = 11. ഇത് ശരിയാണോ എന്ന് ആദ്യം നമുക്ക് നോക്കാം. 10/5 ആദ്യം നമ്മൾ ഡിവിഷൻ ചെയ്യണ്ടേ? 10/5 എന്ത് കിട്ടി? 2 കിട്ടി. 2 × 6 എന്ത് കിട്ടി? 12 കിട്ടി. അപ്പോൾ 2 - 3 + 12. 2 - 3 + 12. 2 - 3 -1. -1 + 12 11 എന്ന് കിട്ടും. ആൻസർ എന്താണ്? ശരിയാണ്. ഒന്നുകൂടി ചെയ്യാം. 2 പണിയാണ് ചെയ്യേണ്ടത്. ഇൻറ്റുവിന് പകരം മൈനസും കൊടുക്കണം. മൈനസിന് പകരം ഇൻറ്റുവും കൊടുക്കണം. 5ന് പകരം 2ഉം കൊടുക്കണം. 2ന് പകരം 5ഉം കൊടുക്കണം. അപ്പോൾ ആദ്യത്തതൊന്ന് മാറ്റി എഴുതാണ് ഞാൻ. 10 ഡിവിഷന് പകരം എന്ത് കൊടുക്കണം? ഡിവിഷൻ ഒന്നും ചെയ്യേണ്ട. 10/2 പകരം എന്ത് കൊടുക്കണം? 5 കൊടുക്കണം. അടുത്തത് ഇൻറ്റുവിന് പകരം എന്ത് കൊടുക്കണം? മൈനസ് കൊടുക്കണം. 3 + 5ന് പകരം ഏത് കൊടുക്കണം? 2 കൊടുക്കണം. മൈനസിന് പകരം എന്ത് കൊടുക്കണം? ഇൻറ്റു കൊടുക്കണം. 6 = 11. ശരിയാവും നോക്കാം. ബോർഡ് മാസ് അനുസരിച്ച് ആദ്യം നമുക്ക് ഡിവിഷൻ ചെയ്യണം, ദെൻ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ഡിവിഷൻ ചെയ്യുമ്പോൾ 10/5 എന്ത് കിട്ടി? 2 കിട്ടി. -3 പ്ലസ് 2 × 6 12. 2 - 3 -1 + 12 എന്തെന്ന് കിട്ടും? 11. അത് 1 എന്താണ്? ശരിയാണ്. ഇനി അടുത്തത് നോക്കാം.
5-ന് പകരം എന്ത് കൊടുക്കുക 2, ഇൻറ്റുവിന് പകരം -4 പ്ലസ് 2-ന് പകരം എന്ത് കൊടുക്കുക 5, മൈനസിന് പകരം എന്ത് കൊടുക്കുക ഇൻറ്റു 6/3. ആദ്യം നമുക്ക് ഡിവിഷൻ ചെയ്യണം. 6/3 എന്തെന്ന് കിട്ടി 2 എന്ന് കിട്ടി. അടുത്തത് ഗുണിക്കണം. 5 × 2 എന്തെന്ന് കിട്ടും 10 എന്ന് കിട്ടും. അപ്പോൾ 2 - 4 പ്ലസ് 10, 2 - 4 -2 പ്ലസ് 10 എത്രയെന്നാണ് കിട്ടുക 8 എന്നാണ് കിട്ടുക. അപ്പോൾ രണ്ടാമത്തത് തെറ്റാണ്, ആദ്യത്തത് ശരിയാണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ 1 മാത്രം ശരി എന്നുള്ളതാണ്. ആൻസർ ഏതാ? 1 മാത്രം ശരി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഈ ചോദ്യം ക്ലോക്കിൽ നിന്നുള്ളതാണ്. ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിനും ഇതുപോലെ സമാനമായിട്ട് ചോദ്യം ഉണ്ടായിരുന്നതാണ്. ഈ പ്രിലിംസിനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദ്യം ഒന്ന് നോക്കാം. തിങ്കളാഴ്ച രാവിലെ 7:40 ശരിയായി സെറ്റ് ചെയ്ത ഒരു ക്ലോക്ക് ഓരോ മണിക്കൂറിലും 10 മിനിറ്റ് വീതം അധികമായി ഓടുന്നു. എങ്കിൽ ചൊവ്വാഴ്ച രാവിലെ 11:10 ഈ ക്ലോക്ക് കാണിക്കുന്ന സമയം എത്രയായിരിക്കും? 2 തരത്തിൽ ഈ ടൈപ്പ് ചോദ്യം ചോദിക്കാറുണ്ട്. ഒന്നുകിൽ യഥാർത്ഥ സമയം തന്നിട്ട് തെറ്റായ സമയം ചോദിക്കാറുണ്ട്, തെറ്റായ സമയം തന്നിട്ട് യഥാർത്ഥ സമയം ചോദിക്കാറുണ്ട്. രണ്ടായാലും നമ്മൾ ഒറ്റ രീതിയിൽ തന്നെ ചെയ്യാം, എളുപ്പത്തിൽ ചെയ്യാം. നോക്കാമേ. അപ്പോൾ എപ്പോഴാണ് ശരിയാക്കി വെച്ചത്? തിങ്കളാഴ്ച രാവിലെ 7:40. പിന്നീട് സമയം നോക്കിയത് കറക്റ്റ് സമയം 11:40. ഓരോ മണിക്കൂറിലും 10 മിനിറ്റ് വീതമാണ് ക്ലോക്ക് അധികമായിട്ട് ഓടുന്നത്. നോക്കാമേ. ഇപ്പോൾ ശരിയായ ക്ലോക്ക് ഉണ്ട് ഇവിടെ, അതായത് 60 മിനിറ്റ് സമയം ഓടുന്ന ക്ലോക്ക് ഉണ്ട്. തെറ്റായ ക്ലോക്ക് ഉണ്ട്, ആ സമയത്തിൽ 10 മിനിറ്റ് കൂടുതൽ അഥവാ 70 മിനിറ്റ് ഓടുന്ന ക്ലോക്ക് ഉണ്ട്. ഇതിനെ തിങ്കളാഴ്ച സമയം ശരിയാക്കി വെച്ചപ്പോഴാ മൺഡേ 7:40 സമയം ശരിയാക്കി വെച്ചു. അപ്പോൾ രണ്ടിലെയും സമയം എത്രയാ? 7:40 AM ആണ്. രണ്ടിലെയും സമയം 7:40 AM ആണ്. പിന്നീട് ശരിയായ സമയം ചൊവ്വാഴ്ച ട്യൂസ്ഡേ എത്രയാ സമയം? 11:10 AM. 11:10 ആയപ്പോൾ ഇതിനകത്ത് എത്ര സമയം കാണിക്കുന്നു എന്നാണ് ചോദ്യം. 7:40 സെറ്റാക്കി വെച്ച സാധനം പിന്നീട് നമ്മൾ സമയം നോക്കുന്നത് എത്ര മണിക്കാണ്? 11:40. പിറ്റേ ദിവസം. അപ്പോൾ എത്ര മണിക്കൂർ ഓടിയിട്ടുണ്ട്? തിങ്കളാഴ്ച രാവിലെ 7:40 തുടങ്ങി ചൊവ്വാഴ്ച രാവിലെ 7:40 ആയപ്പോൾ 24 മണിക്കൂറായി. പിന്നീട് 8:40, 9:40, 10:40 3 മണിക്കൂർ കൂടിയായി. അപ്പോൾ 27 മണിക്കൂറായി. 10:40 കഴിഞ്ഞ് 11:10 വരെ 30 മിനിറ്റ്, അഥവാ 27 മണിക്കൂർ 30 മിനിറ്റ്. ശരിയായ ക്ലോക്ക് 27 മണിക്കൂർ 30 മിനിറ്റ് ഓടി. ആ സമയം കൊണ്ട് തെറ്റായ ക്ലോക്ക് എത്ര ഓടിയെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ കണ്ടുപിടിക്കേണ്ടത് മുകളിൽ വരണം, തന്നിരിക്കുന്നത് താഴെ വരണം. 70/60 ഇൻറ്റു 27 മണിക്കൂർ 30 മിനിറ്റ് എന്നുള്ളതിനെ ഒന്നുകിൽ മുഴുവനും അങ്ങ് മിനിറ്റാക്കി മാറ്റണം, അല്ലെങ്കിൽ മുഴുവനും മണിക്കൂറാക്കി മാറ്റണം. ഞാനിപ്പോൾ അതിനെ മണിക്കൂറാക്കാൻ പോവാം. മണിക്കൂറാക്കുമ്പോൾ എങ്ങനെ വരും? 27 2/1 മിശ്രഭിന്നാണ്. വിഷമഭിന്നാക്കുന്നു. 27 2 54 1 55/2. അപ്പോൾ 55/2 കൊണ്ട് ഇവിടെ എന്ത് ചെയ്യാം? ഗുണിക്കാം. അഥവാ 27 മണിക്കൂർ 30 മിനിറ്റ് എന്നുള്ളത് തന്നെയാണ് 55/2 എന്ത് എന്നുള്ളത്? മണിക്കൂർ. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് വെട്ടാം. 0 0 വെട്ടാം. 7 × 55/12. 7 × 50 35 ആണ്. 350 ആണ്. 7 × 5 35 ആണ്. 350 35 എത്രയെന്ന് കിട്ടും? 385. 6 2 12 ആണ്. 385/12. 27 മണിക്കൂറും 30 മിനിറ്റും ഓടുന്ന സമയം കൊണ്ട് ഇത് 385/12 എത്ര വരും നോക്കാം. 385/12. 12 3 36. ബാക്കിയുള്ള 2 25. 12 2 24. ശിഷ്ടമുള്ളത് 1. അഥവാ 32 1/12 മണിക്കൂർ. ഈ 1/12 മണിക്കൂർ എന്നുള്ളതിനെ നമുക്ക് മിനിറ്റിലാക്കിയാൽ 12ഉം 60ഉം വെട്ടി എത്ര കിട്ടും? 5 മിനിറ്റ്. അഥവാ 32 മണിക്കൂർ 5 മിനിറ്റ്. ഇവിടെ 27 മണിക്കൂർ 30 മിനിറ്റ് ഓടിയ സമയം കൊണ്ട് ഇത് എത്ര ഓടിയ? 32 മണിക്കൂറും 5 മിനിറ്റും. 32 മണിക്കൂറും 5 മിനിറ്റും. എത്ര വ്യത്യാസമുണ്ട്? എത്ര കൂടുതൽ ഓടിയിട്ടുണ്ട് ഇതിനേക്കാൾ? 27ഉം 5ഉം 32 ആണ് അല്ലേ? 27ഉം 5ഉം 32 ആണ്. അപ്പോൾ 27 5ഉം 32.5 വരേണ്ടത്. അത്രയും വരുന്നില്ല. അപ്പോൾ എത്ര മണിക്കൂർ ഓടിയിട്ടുണ്ട്? 4 മണിക്കൂർ. 4.5 മണിക്കൂർ ആയപ്പോഴത്തേക്ക് എത്രയായി? 27 മണിക്കൂർ. 4 മണിക്കൂർ കൂടെ ആയപ്പോഴത്തേക്ക് 31 മണിക്കൂർ 30 മിനിറ്റ്. 27.5 മണിക്കൂറിൻ്റെ കൂടെ 4.5 മണിക്കൂർ കൂടെ കൂട്ടിയാൽ, അപ്പോൾ ഇവിടെ നമുക്ക് വ്യത്യാസം എടുക്കാം. 32 മണിക്കൂർ 5 മിനിറ്റിൽ നിന്ന് 27 മണിക്കൂർ 30 മിനിറ്റ് കുറയ്ക്കണം. 5 മിനിറ്റിൽ നിന്ന് 30 മിനിറ്റ് കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ 1 മണിക്കൂർ കടം വാങ്ങിച്ചെഴുതിയാൽ ഇത് 65 മിനിറ്റായി. 65 30 മിനിറ്റ് പോയാൽ 35 മിനിറ്റാണ്. 65 30 മിനിറ്റ് പോയാൽ എത്ര മിനിറ്റ്? 35 മിനിറ്റ്. ബാക്കി എത്രയുണ്ട്? ഇനി ഇവിടെ 31 31 27 പോയാൽ 4 മണിക്കൂർ 35 മിനിറ്റ് കൂടുതലാണ്. 4 മണിക്കൂർ 35 മിനിറ്റ് കൂടുതലാണ്. അപ്പോൾ ഇവിടെയുള്ള സമയത്തിൻ്റെ കൂടെ 4 മണിക്കൂറും 35 മിനിറ്റും കൂട്ടി എഴുതിയാൽ 11 4
11 മണിക്കൂർ 10 മിനിറ്റിൻ്റെ കൂടെ 4 മണിക്കൂർ 35 മിനിറ്റ് കൂട്ടി എഴുതിയാൽ 15 മണിക്കൂർ 45 മിനിറ്റ്. 15 മണിക്കൂർ 45 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 3:45 ആണ്. എത്രയാ ആൻസർ? 3:45. ഇവിടെ നോക്കിയേ, 3:45 PM ഓപ്ഷൻ എയിൽ തന്നെയുണ്ട്. ഓപ്ഷൻ എയിൽ തന്നെയുണ്ട് 3:45. വേറെ ഒന്നുമില്ല, ആകെ ഓടിയ സമയം കാണണം. ഇവിടെ ഇതിനകത്ത് നമുക്ക് കിട്ടുക 27.5, അത് 55/2 എടുക്കുന്നു, ഇൻറ്റു കണ്ടുപിടിക്കേണ്ടത് 70 മിനിറ്റ് ഓടുന്നതിൻ്റെ 70/60. തിരിച്ചാണെങ്കിൽ 60/70 കൊടുത്താൽ മതി. അപ്പോൾ കിട്ടുന്നത് എത്ര മണിക്കൂർ ഓടി എന്നുള്ളത്, അത് തമ്മിലുള്ള വ്യത്യാസം എടുക്കുന്നു. ആ സമയ വ്യത്യാസം ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇതും കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട ചോദ്യം തന്നെയാണ്. അപ്പോൾ ആക്ച്വലി ഒരു 3 ചോദ്യത്തിനകത്ത് നമുക്ക് നന്നായിട്ട് സമയം എടുക്കുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കാം. അടുത്ത ചോദ്യം കലണ്ടറിൻ്റെ ചോദ്യമാണ്. ഇന്ന് തിങ്കളാഴ്ചയാണ്. 61 ദിവസങ്ങൾക്ക് ശേഷം ഏത് ദിവസമായിരിക്കും? ഓഡ് ഡേയ്സിൻ്റെ പ്രോബ്ലം ഡയറക്റ്റ് ദിവസങ്ങളുടെ എണ്ണം തരുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. 2 കാര്യം മാത്രം. എന്ത് ഡേ ആണ്? എന്നാം ദിവസമാണെങ്കിൽ n-1/7 ചെയ്യാവൂ. ആഫ്റ്റർ n ഡേയ്സ് ആണെങ്കിൽ n/7 ചെയ്യുക. കിട്ടുന്ന ശിഷ്ടത്തെ തന്നിരിക്കുന്ന ദിവസത്തോട് കൂട്ടുക എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ എന്താണ്? ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ 61 ദിവസങ്ങൾക്ക് ശേഷമാണ്, ആഫ്റ്റർ n ഡേയ്സ് ആണ്. അപ്പോൾ 61 നമ്മൾ എന്ത് ചെയ്യണം? 7 കൊണ്ട് ഹരിക്കണം. 61 7 കൊണ്ട് ഹരിച്ചാൽ 7 8 56 പോയാൽ 7 8 56 പോയാൽ ബാക്കി ശിഷ്ടം എത്രയാണ്? 5 ആണ്. 5 ദിവസത്തെ ഏതിൻ്റെ കൂടെ കൂട്ടിയാൽ മതി? തിങ്കളാഴ്ചയുടെ കൂടെ കൂട്ടിയാൽ മതി. തിങ്കൾ +5, ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി എന്ന് ഉത്തരം കിട്ടും. നമ്മുടെ ഉത്തരം ഏതാണ്? ശനിയാഴ്ച. കലണ്ടറിൽ താരതമ്യേന എളുപ്പമുള്ള ചോദ്യമാണ് ചോദിച്ചേക്കുന്നത്. എന്ത് ഡേയോ ആഫ്റ്റർ n ഡേയ്സോ ആണെങ്കിൽ എളുപ്പമാണ്. എന്ത് ഡേ ആണെങ്കിൽ n-1/7 ചെയ്യാം. ആഫ്റ്റർ n ഡേയ്സ് ആണെങ്കിൽ n/7 ചെയ്യാം. അടുത്ത ചോദ്യം ഏതാണ് ഏറ്റവും വലുത് എന്നുള്ളതാണ്. എക്സ്പോണൻസ് ആണ്. 2/22, 2/2, the whole raised 2, 22/2, 222. അതായത് എല്ലാം 2ൻ്റെ കളിയാണ്. 3 2 അത്രയേ ഉണ്ട്. 222, 22/2. ഇത് 2/2 the whole raised 2. a/m the whole raised n എന്ന് പറഞ്ഞാൽ a/mn ആണ്. അതായത് 2/4 വരുള്ളൂ. 2/4 ആകുമ്പോൾ നമുക്കറിയാം അത് 16 ആണ്. അപ്പോൾ അത് ഏറ്റവും ചെറുതാണ്. അടുത്തത് 222. 22ൻ്റെ സ്ക്വയർ എന്ന് വരുമ്പോൾ 400 സംതിങ് പോകുന്നുണ്ട്. അപ്പം 222 അല്ല. ഇനി 22ൻ്റെ സ്ക്വയർ ആണോ 2/22 ആണോ? നമ്മൾ നേരത്തെ ചെയ്തായിരുന്നു. 2/10 എത്രയാണ് കിട്ടിയത്? 1024. 10 തന്നെ ആയപ്പോൾ 1024 ആയപ്പോൾ ഉറപ്പായിട്ടും ബാക്കിയുള്ളതിന് എല്ലാ കാട്ടിലും വലുത് ഏതാണ്? 2/22 ആണ് ഓപ്ഷൻ എ. അതായത് പവറിൽ വലിയ സംഖ്യ വന്നാൽ അത് തന്നെയായിരിക്കും വലിയ സംഖ്യ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാണ്? 2/22 ആണ്. അടുത്ത ചോദ്യം 16ാമത്തെ ചോദ്യം. 1/4 + 1/4 ഭാഗം 1/4 ഇൻറ്റു 1/4 - 1/4. അപ്പോൾ ഇത് ബോർഡ് മാസ് വെച്ച് ചെയ്യേണ്ട അടുത്തൊരു പേജിൽ നമുക്ക് ചെയ്യാം. 1/4 plus 1/4 by 1/4 into 1/4 minus 1/4. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് 1/4 കണ്ടിട്ട് കണ്ണ് തള്ളി ഒന്നും വേണ്ട, വേറെ ഒന്നുമില്ല. ബോർഡ് മാസ് റൂൾ അനുസരിച്ച് അങ്ങ് ചെയ്താൽ മതി. ബോർഡ് മാസ് റൂളിൽ ആദ്യം നമ്മളിവിടെ ചെയ്യേണ്ടി വരിക ഡിവിഷനാണ്. അപ്പോൾ 1/4 by 1/4 ഒരു സംഖ്യ അതേ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ ഒന്നായിരിക്കുമല്ലോ. അവിടുത്തെ ഉത്തരം 1 കിട്ടി. ഇനി അടുത്ത മൾട്ടിപ്ലിക്കേഷനാണ്. 1 × 1/4. 1 കൊണ്ട് ഏത് സംഖ്യ ഗുണിച്ചാലും എന്ത് തന്നെയായിരിക്കും? അത് തന്നെയായിരിക്കും. അപ്പോൾ ഇതെന്ത് കിട്ടി? 1/4. അപ്പോൾ ഇവിടെ 1/4 ഉണ്ട്, പ്ലസ് ഈ ഗുണിച്ച് കിട്ടിയ 1/4 ഉണ്ട്, -1/4 ഉണ്ട്. ഈ +1/4 -1/4 പോയാൽ നമ്മുടെ ഉത്തരം എന്തെന്ന് കിട്ടും? 1/4 എന്ന് കിട്ടും. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഉണ്ട് 1/4. ഓക്കെ, അടുത്ത ചോദ്യം ഡയറക്ഷൻ്റെയാണ്. ഇതാണ്. സഞ്ജു കിഴക്ക് ദിക്കിന് അഭിമുഖമായി നിൽക്കുന്നു. അവൻ 4 മീറ്റർ മുന്നോട്ട് നടന്ന ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 3 മീറ്റർ നടന്നു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 4 മീറ്റർ നടന്നു. അതിനുശേഷം അവൻ പുറകോട്ട് തിരിഞ്ഞു. ഇപ്പോൾ അവൻ ഏത് ദിക്ക് അഭിമുഖമായാണ് നടക്കുന്നത്? ജസ്റ്റ് ഒന്ന് വരയ്ക്കാവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് സഞ്ജു കിഴക്ക് ദിക്ക്. നമ്മളെപ്പോഴും ഡയറക്ഷൻ വരയ്ക്കുമ്പോൾ ഡയറക്ഷൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ സാധനം അങ്ങ് വരച്ചിടാൻ ശ്രദ്ധിക്കുക. അതിലെപ്പോഴും മുകളിലേക്ക് നോർത്ത് ആയിരിക്കും, റൈറ്റിലേക്ക് ഈസ്റ്റ് ആയിരിക്കും, ലെഫ്റ്റിലേക്ക് വെസ്റ്റ് ആയിരിക്കും, നേരെ ഓപ്പോസിറ്റ് താഴേക്ക് സൗത്തും ആയിരിക്കും. അപ്പോൾ എങ്ങോട്ടാണ് അഭിമുഖമായി നിന്നത്? കിഴക്ക് ദിക്ക്, ഈസ്റ്റിലേക്കാണ്. കിഴക്ക് അഭിമുഖമായിട്ട് നിന്നു. എങ്ങോട്ട്? കിഴക്കോട്ട്. എത്ര മീറ്റർ പോയി? 4 മീറ്റർ പോയി. അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് എത്ര മീറ്റർ പോയി? 3 മീറ്റർ. അവിടെ നിന്ന് വീണ്ടും വലത്തേക്ക് തിരിഞ്ഞു എന്ന് പറയുമ്പോൾ പറ്റാൻ സാധ്യതയുള്ളത് ഇങ്ങോട്ട് വരയ്ക്കരുത്. കാരണം നമ്മുടെ ഓപ്പോസിറ്റ് വരുമ്പോൾ, നമുക്ക് നേരെ വരുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ആയിരിക്കും വരിക. ആൾ വരുന്നത് നമ്മുടെ ഓപ്പോസിറ്റാണ്. അപ്പം നമ്മുടെ റൈറ്റ് അവരുടെ ലെഫ്റ്റ് ആയിരിക്കും, നമ്മുടെ ലെഫ്റ്റ് അവരുടെ റൈറ്റും ആയിരിക്കും. അപ്പം റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് എത്ര നടന്നു? 4 മീറ്റർ നടന്നു. അതിനുശേഷം പുറകോട്ട് തിരിഞ്ഞു. അപ്പോൾ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് എങ്ങോട്ടാണ്? വെസ്റ്റിലേക്കാണ്. എന്നിട്ട് പുറകോട്ട് തിരിയുമ്പോൾ എങ്ങോട്ടാണ്? വെസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നയാൾ പുറകോട്ട് തിരിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാണ്. അതെങ്ങോട്ടാണ്? ഈസ്റ്റിലേക്കാണ്. അഥവാ നമ്മുടെ ഉത്തരം കിഴക്കാണ്. ഓപ്ഷൻ സി. അതും എളുപ്പമുള്ള ചോദ്യം തന്നെയാണ്. ഡയറക്ഷനും എളുപ്പമുള്ള ചോദ്യം തന്നെയാണ്. അടുത്ത ചോദ്യം കോഡിങ്ങിൻ്റെ ചോദ്യമാണ്. KAR ZXEF എന്നത് 8501942 എന്നും BZWXRFA എന്നത് 3179025 എന്നും കോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ WRAEQ
EKF WRAEKFിൻ്റെ കോഡ് എന്താണെന്ന്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിച്ചാൽ K 8 കൊടുത്തേക്കുന്നത്, Aക്ക് പകരം 5, Rന് പകരം 0. ഇവിടെ ഏത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? Aക്ക് പകരം എത്രയാണ് വരുന്നത്? ഇവിടെ 5. ഇവിടെയും Aക്ക് പകരം 5. Rന് പകരം 0, അപ്പോൾ ഇവിടെയും Rന് പകരം 0. അപ്പോൾ ഇവിടെ ഉള്ള കണ്ടുപിടിക്കേണ്ടത് നോക്കിയാൽ W അതിനകത്തുള്ളതാണ്, R രണ്ടിനകത്തുള്ളതാണ്, A രണ്ടിലും ഉള്ളതാണ്, AE ഇതിനകത്തുള്ളതാണ്, K ഇതിലുള്ളതാണ്, Fഉം ഉള്ളതാണ്. അപ്പോൾ അതിനകത്തു നിന്ന് തന്നെ ഓരോ ലെറ്റേഴ്സിൻ്റെ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ, എടുത്തെഴുതാവുന്നതേ ഉള്ളൂ. നമുക്ക് വേണ്ടത് ഡബ്ല്യുവിന് ഇവിടെ ഏതാ കൊടുത്തിട്ടുള്ളത്? ഇവിടെ മൂന്നാമത് കിടക്കുന്ന W ആണ്. അപ്പോൾ മൂന്നാമത് കിടക്കുന്നത് 7 ആണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ A ആവാം, D ആവാം, കാരണം രണ്ടിടത്ത് ഏതുണ്ട്? 7 ഉണ്ട്. അടുത്തത് ആറിന് പകരം എത്ര കൊടുത്തേക്കുന്നത്? മൂന്നാമത് കിടക്കുന്നതാണ് 6, 0 ആണ്. അവിടെയും Rന് പകരം 0 ആണ്. അപ്പോൾ 0 അവിടെയും ഓക്കെ, 7ഉം 0 ഉണ്ട്, 7ഉം 0 ഉണ്ട്. അടുത്തത് Aക്ക് പകരം ഇവിടെ കൊടുത്തിരിക്കുന്നത് എത്രയാണ്? 5 ആണ്. അപ്പോൾ ഇവിടെ അടുത്തത് 5 നോക്കണം, അവിടെയുണ്ട്, രണ്ടിടത്തും 5 ഉണ്ട്. Eക്ക് പകരം എത്രയാണ് കൊടുത്തിട്ടുള്ളത്? Fന് തൊട്ട് മുമ്പുള്ളതാണ്. Eക്ക് പകരം കൊടുത്തേക്കുന്നത് 4 ആണ്. ഇവിടെ 4, 7ഉം 0ഉം 5ഉം കഴിഞ്ഞാൽ വരേണ്ടത് 4 ആണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഡയറക്റ്റ് അവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടും. 705 482 4 വരെ ആയി. ഇനി Kക്ക് പകരമുള്ള 8ഉം Fന് പകരമുള്ള 2ഉം കൂടി ആയാൽ 705 482 എന്നുള്ള ഓപ്ഷൻ D ഉത്തരം നമുക്ക് ഉറപ്പിക്കാം. എളുപ്പമുള്ള ചോദ്യമാണ്. അടുത്ത ചോദ്യം അതും കോഡിംഗ് ആണ്. സൺ SUN എന്നതിനെ HFM എന്നും സ്റ്റാർ എന്നതിനെ HGZI എന്നും കോഡ് ചെയ്താൽ ഗാലക്സി എന്ന വാക്ക് ഡീകോഡ് ചെയ്യുക എന്നതാണ്. അതായത് സണ്ണിന് പകരം HFM എന്നാണ്, സ്റ്റാറിന് പകരം HGZI എന്നാണ് എങ്കിൽ ഗാലക്സി എന്ന വാക്കിനെ ഗാലക്സി എന്നുള്ളത് കോഡാണ്, ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ കോഡിങ് ഇവിടെ വരുമ്പം ഹെസ്സിന് പകരം H രണ്ടും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് A to Z എന്ന് എഴുതാം. ABCDEFGHIJKLM എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, M വരെ എഴുതിയിട്ട് N വിട്ട് ഇങ്ങോട്ട് റിപ്പീറ്റ് എഴുതാം. NOPQRSTUVWXYZ. ഇനി ഇവിടെ നോക്കിയേ, എസ്സിന് പകരം H ആണ്. എസ്സും Hഉം തമ്മിലുള്ള ബന്ധം എന്താ? എസ്സിന് പകരം H. ഫ്രണ്ടിൽ നിന്ന് ബാക്കിൽ നിന്ന് എടുക്കുമ്പോൾ എസ്സിൻ്റെ സ്ഥാനം എത്രയാണോ അതാണ് ഫ്രണ്ടിൽ നിന്ന് എടുക്കുമ്പോൾ Hന് പകരം. അടുത്തത് യുവിന് പകരം F, അതുപോലെ തന്നെ എമ്മിന് പകരം എന്നിന് പകരം M, അങ്ങനെ തന്നെ. അതുപോലെ സ്റ്റാറിന് പകരം STAR പകരം HGZ1, അവിടെയും എസ്സിന് പകരം ഏതാണ്? H ആണ്. എസ്സിന് പകരം H. Tക്ക് പകരം G ആണ്. Tക്ക് പകരം G ആണ്. Zന് പകരം I ആണ്. Aക്ക് പകരം Z ആണ്. Rന് പകരം I ആണ്. Rന് പകരം I ആണ്. അപ്പോൾ അത് ജസ്റ്റ് ഓപ്പോസിറ്റ് കിടക്കുന്നത് മാത്രം സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഗാലക്സി Gക്ക് ഓപ്പോസിറ്റുള്ള സാധനം T ആണ്. Gക്ക് പകരം നമ്മൾ ഏതെടുക്കണം? T എടുക്കണം. അപ്പോൾ ഇത് രണ്ടും ഏതെങ്കിലും ആവാം. അപ്പോൾ Gക്ക് പകരം T ആണ്. Aക്ക് പകരം Z ആണ്. Lന് പകരം O ആണ്. Aക്ക് പകരം Z ആണ്. Xന് പകരം C ആണ്. Yക്ക് പകരം B ആണ്. അപ്പോൾ നമ്മുടെ ഉത്തരം TZOZCB എന്നാണ്. എവിടെയുണ്ട്? ഓപ്ഷൻ എയിൽ തന്നെയുണ്ട്. അപ്പോൾ കോഡിങ്ങിന് ഇങ്ങനെ വാല്യൂസ് കൊടുത്തായാലും നമുക്ക് സൗകര്യം A to Z ഈ രീതിയിൽ A to M N to Z എന്നുള്ളത് കൊടുക്കുക. ഇനി വാല്യൂസ് ആണെങ്കിൽ 1 2 3 4 എന്നുള്ളത് ആ സാധനം കൂടി കൊടുത്തിട്ട് ചെയ്യാനായിരിക്കും. എളുപ്പമുള്ളൊരു ചോദ്യമാണ്. അടുത്തൊരു ചോദ്യം ബ്ലഡ് റിലേഷൻ്റെ ചോദ്യമാണ്. ഒരു പുരുഷൻ്റെ ഛായാചിത്രത്തിലേക്ക് നോക്കി അരുൺ പറഞ്ഞു, അവൻ്റെ അമ്മ എൻ്റെ അച്ഛൻ്റെ മകൻ്റെ ഭാര്യയാണ്. അവൻ്റെ അമ്മ എൻ്റെ അച്ഛൻ്റെ മകൻ്റെ ഭാര്യയാണ്. എനിക്ക് സഹോദരനോ സഹോദരിയോ ഇല്ല. ആരുടെ ഛായാചിത്രമാണ് അരുൺ നോക്കി നിൽക്കുന്നത്? വരയ്ക്കാൻ നിൽക്കേണ്ട, ഇങ്ങനത്തെ ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തരുന്ന ചോദ്യങ്ങൾ നമ്മളെ അവിടെ അസ്യൂം ചെയ്യും. അവൻ്റെ അമ്മ ആരാണ്? അവൻ്റെ അമ്മ ആരാണ്? എൻ്റെ അച്ഛൻ്റെ മകൻ്റെ ഭാര്യ. എൻ്റെ അച്ഛൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ അത് ഞാൻ തന്നെ അല്ലേ? അപ്പോൾ എൻ്റെ ഭാര്യയാണ് ആര്? അവൻ്റെ അമ്മ. അവൻ്റെ അമ്മ എൻ്റെ ഭാര്യയാണെങ്കിൽ അവൻ എൻ്റെ ആരാണ്? മകനാണ്. എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ, വരയ്ക്കാനൊന്നും നിൽക്കണ്ട. അവൻ്റെ അമ്മ എൻ്റെ അച്ഛൻ്റെ മകൻ്റെ ഭാര്യയാണ്. എൻ്റെ അച്ഛൻ്റെ മകൻ അത് ഞാനാണേ. അപ്പോൾ എൻ്റെ ഭാര്യയാണ് അവൻ്റെ അമ്മ. എൻ്റെ ഭാര്യയാണ് അവൻ്റെ അമ്മയെങ്കിൽ അവൻ എൻ്റെ മകനാണ്. നമ്മുടെ ഉത്തരം എന്താണ്? അവൻ്റെ മകൻ. ആരും നോക്കിയിരിക്കുന്നത് ആരുടെ ചിത്രത്തിലാണ്? മകൻ്റെ ചിത്രത്തിലാണ്. അപ്പോൾ നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ ആദ്യഘട്ടത്തിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അനലൈസ് ചെയ്തത്. ഇതിനകത്ത് സമയമെടുത്ത് ചെയ്യേണ്ടി വരുന്ന ഒരു 3 ചോദ്യങ്ങളാണുള്ളത്. 1 പ്രോഫിറ്റ് ആൻഡ് ലോസ്, 2 ഇൻട്രസ്റ്റ്, 3 ക്ലോക്ക്. ഈ 3 ചോദ്യങ്ങളും ഒഴിച്ചാൽ ബാക്കിയുള്ളതെല്ലാം പൊതുവെ എളുപ്പമുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. ശരാശരി ഒക്കെ ഇത്തിരി ഒരു ട്രിക്ക് ഉപയോഗിച്ച് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ശരാശരിയിൽ 2 രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ശതമാനം വെച്ചിട്ട് എണ്ണം ചോദിച്ചതും അതുപോലെ ഒരു സംഖ്യ ചോദിച്ചതുമായിട്ടുള്ള സംഖ്യകൾ ഒത്തിരി ട്രിക്ക് ഉപയോഗിച്ചു എന്നുള്ളൂ. പക്ഷേ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. നന്നായിട്ടൊന്ന് വർക്ക് ചെയ്താൽ
ഈസി ആയിട്ട് മാത്സ് മുഴുവൻ നമുക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിനകത്ത് പൊതുവേ കാണാത്തതായി ചോദിച്ച ചോദ്യം ആ ക്ലോക്കിൻ്റേതാണ്. അത് പക്ഷേ കഴിഞ്ഞ പ്രിലിംസിനും സമാനമായിട്ട് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓർക്കുക. അതുപോലെ അടുത്ത് നടന്ന ഒരു എക്സാമിലും അതുപോലെ എങ്ങനെ ചെയ്യുന്നതുണ്ട്, നേടുന്നത് നഷ്ടപ്പെടുത്തുന്നതായിട്ടുള്ളൊരു ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടി ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഡിഗ്രി പ്രിലിംസ് ഈസി ആയിട്ട്, അതിൽ മാത്സ് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. ഓർക്കുക 20% മാർക്കാണ്, 20% മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ മാത്സിലൂടെ സാധിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്ത ഘട്ടത്തിലേക്ക് കാത്തിരിക്കുന്നവർ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഈ എക്സാമിന് അത്യാവശ്യം ക്വാളിഫൈ ആകുമെന്നൊരു പ്രതീക്ഷയുള്ളവർ മെയിൻസിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങിക്കോളുക. എല്ലാവിധ ആശംസകളും നേർന്നു. നന്ദി, നമസ്കാരം.